യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. തകർക്കുക, പുനരുദ്ധരിക്കുക. ഈ ഒരു പ്രക്രിയ രക്ഷാകര പ്രവൃത്തിയുടെ അജണ്ടയായി കാണാം. ഇവിടെ ദേവാലയമല്ല, നശിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അത് തകർക്കപ്പെടാനുള്ളതാണ്, പക്ഷേ ഉത്ഥാനത്തിലൂടെ പുനരുദ്ധരിക്കപ്പെടും. അവൻ്റെ ശരീരം അക്ഷരാർത്ഥത്തിൽ തകർക്കപ്പെട്ടു. അതാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ സംഭവിച്ചത്. ഇനി അത് അക്ഷരാർത്ഥത്തിൽ പുനരുദ്ധരിക്കപ്പെടണം. അതാണ് ഉയർപ്പ് വഴി സംഭവിച്ചത്. ഇനി ആ ശരീരത്തെ തകർക്കാനാവില്ല. അത് ഇനി അക്ഷയം, ലഘുത്വം, ദീപ്തി, മഹിമ എന്നീ വിശേഷണങ്ങളോടെ പരിലസിക്കുന്നു. ആ മഹത്വ ശരീരത്തിൽ നാമും ഭാഗഭാക്കുകളാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടർന്നു ഞാൻ വന്നു. ക്രൂശിൽ പിടയും യേശുവേ, നിൻ മിഴികളിൽ നോക്കി നിന്നു.